ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാന്റോസിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ സാന്റോസിനോടൊപ്പം നെയ്മർ ട്രെയിനിങ് നടത്തുന്നുണ്ട്. പരിക്കിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തനായിട്ടുണ്ട്. പൂർണ്ണ സജ്ജനായി കഴിഞ്ഞു എന്ന കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് മാത്രമല്ല, സാന്റോസിന്റെ പരിശീലകൻ അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഏതായാലും നെയ്മർ അവസാനമായി ഒരു മത്സരം കളിച്ചത് ജൂൺ 2-ാം തീയതിയാണ്. ബോട്ടഫോഗോക്കെതിരെയുള്ള മത്സരത്തിൽ 76 മിനിറ്റ് നെയ്മർ കളിച്ചു. ഒരു റെഡ് കാർഡ് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മാസത്തോളം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് നെയ്മർ അവസാനമായി കൊണ്ട് കളിച്ചിട്ട്. ഇനി എന്ന് കളിക്കും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. വരുന്ന 13-ാം തീയതി പാൽമിറാസിനെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. അതിനു മുന്നേ ഒരു സൗഹൃദ മത്സരം സാന്റോസ് കളിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ റിക്കാർഡിഞ്ഞോ എന്ന മാധ്യമ പ്രവർത്തകൻ നൽകിയിട്ടുണ്ട്. അതായത് ഒരു സൗഹൃദ മത്സരം റമോ FC എന്ന ടീമിനെതിരെ കളിക്കാൻ ഇപ്പോൾ സാന്റോസ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ബുധനാഴ്ചയായിരിക്കും ഈ ഒരു മത്സരം നടക്കുക. ബലേമിലെ മാങ്കേറാവോ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് റിക്കാർഡിഞ്ഞോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ജൂലൈ 9-ാം തീയതി നമുക്ക് നെയ്മർ ജൂനിയറെ കളിക്കളത്തിൽ കാണാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ്. സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം പാൽമിറാസിനെതിരെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ മത്സരം പോസ്റ്റ്പോൺ ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം പാൽമിറാസ് ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 17-ാം തീയതി ഫ്ലമങ്കോക്കെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.